നാളെ മുതൽ പ്രിയപ്പെട്ട ഉലമാക്കളുടെ പ്രഭാഷണങ്ങൾ നടക്കാൻ കേരളക്കരയിലെ സമുന്നതരാകുന്ന പണ്ഡിത നേതൃത്വങ്ങളെ കൊണ്ടുവന്നുള്ള മതപ്രഭാഷണ സദസ്സുകൾ നാളെ മുതൽ തുടങ്ങാൻ അതിൽ മുഴുവൻ ആളുകളും നമ്മുടെ കുടുംബങ്ങളെ ബന്ധുക്കളെയൊക്കെ കൊണ്ടുവന്ന് അതിൽ ഭാഗമാക്കാനാണ്. ഫ്രണ്ടിലേക്ക് ഇരിക്കുമ്പോൾ നിർബന്ധമായും ഫ്രണ്ടിലിരിക്കുന്ന ആളുകളൊക്കെ പുരുഷന്മാർ വന്ന് സദസ്സിൽ വന്നിരിക്കണം. സ്ത്രീകളുമായി കൂടിക്കലർന്നിരിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും കാണാനുണ്ട്. അത്തരക്കാർ അങ്ങനെ ഭാര്യയൊക്കെ ഒന്നിച്ചിരിക്കണം, കാണാതെ പോകുന്ന പേടിയുള്ളവർ അല്പം മാറിയിരിക്കട്ടെ. അവരുടെ കുടുംബം ഒന്നിച്ച് ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ ഒരുമിച്ച് അങ്ങനെ ഇരിക്കരുത്. അഥവാ വേണം ഇൽമിന്റെ മജ്‌ലിസാൻ, മലായിക്കത്തുകളുടെ ചിറക് വിരിക്കപ്പെടുന്ന, അവരുടെ കാരുണ്യം ചെയ്യപ്പെടുന്ന മജ്‌ലിസാൻ. അതുകൊണ്ട് ആ മജ്‌ലിസിലിരിക്കുമ്പോൾ അതിൻ്റെതായ ഹുർമത്തും ബറക്കത്തും മോഹിച്ച് നമ്മൾ നിലകൊള്ളി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴും അന്യപുരുഷരിൽ നിന്ന് സ്ത്രീകൾ എപ്പോഴും മറപാലിക്കാൻ ആഗ്രഹിക്കണം. അന്യ സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാരും മറ ആഗ്രഹിക്കണം. അത് ദീനിൽപ്പെട്ടതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, മഹല്ലിലെ ഓരോ അംഗങ്ങളോടും നാളെ നടക്കുന്ന 8:30 മണിക്ക് നമ്മുടെ പട്ടണ പ്രദർശനം, നമ്മുടെ റാലി നടക്കുന്നുണ്ട്. അതിനു മുമ്പുള്ള ആ പ്രാർത്ഥന ദുആഇന്റെ മജ്‌ലിസിലും ഭാഗമാക്കണം. ആ റാലിയിലും മുഴുവൻ അംഗങ്ങളും, നമ്മുടെ മഹല്ലത്തിലുള്ള എല്ലാ അംഗങ്ങളും പങ്കെടുക്കണം. പക്ഷേ റാലിയിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹറാമായതൊന്നും വരാൻ പാടില്ല. നിർബന്ധമായി ശ്രദ്ധിക്കണത്. അത് ഇമാമെന്ന നിലയിൽ കർശനമായി പറയാൻ, നിങ്ങൾ എന്നെ സ്നേഹിച്ചാലും കൊള്ളാം, വെറുത്താലും കൊള്ളാം, തീർത്ത് പറയാൻ. വല്ലാഹി സുമ്മ വല്ലാഹി മെഹ്റാബിന്റെ ചാരത്ത് ഈ മിമ്പർ പിടിച്ചിട്ട് പറയുന്നു, അത്തരത്തിൽ കൂത്തരങ്ങുകൾ കാണിക്കുന്നവനായിരുന്നാലും ആഖിറത്തിൽ ഖേദിക്കും. ആഖിറത്തിൽ ഖേദിക്കും. ദുനിയാവിൽ നിങ്ങൾക്ക് ചൂട് വെക്കാനും നിങ്ങളെ ചൂടം പിടിക്കാനും ഓമനിക്കാനും താലോലിക്കാനും ഒക്കെ ആരെങ്കിലും ഉണ്ടാകും. ആഖിറത്തിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. കാരണം അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പരിശുദ്ധമായ ദീനിനെ അടിയുറച്ച് നിലനിർത്തിക്കൊണ്ടതാകുന്ന മഹത്തുക്കളുടെ പേര് നടത്തുന്ന അതിൽ അശ്ലീലത വരാൻ പാടില്ല. ചില ആളുകൾ, പുരുഷന്മാർ തന്നെ സ്ത്രീകളുടെ വസ്ത്രവിധാനം നടത്തിയിട്ട് കോമാളി വേഷം കാണിച്ചിട്ട് കൂട്ടാടുന്നവരുണ്ട്. പാടില്ലത്. അതിനെ ശക്തമായി ജമാഅത്ത് കമ്മിറ്റി എതിർക്കാൻ, ശക്തമായ നിലയിൽ ഇവിടുത്തെ യുവാക്കളും മുഴുവൻ മുഅ്മിനീങ്ങളും എതിർക്കാൻ. ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ 30ഓളം വരുന്നതാകുന്ന ആളുകളെ നമ്മുടെ ഉറൂസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിട്ടുണ്ട്. അവരോടൊക്കെ ഇമാം എന്ന നിലയിൽ നിർദ്ദേശങ്ങൾ ഇതാണ്. നിർബന്ധമായി 100ഓളം വരുന്നതാകുന്ന മറ്റ് കമ്മിറ്റി ആളുകളും വളണ്ടിയേഴ്സ് അടക്കമുള്ള പ്രവർത്തകരുമുണ്ട്. അവരൊക്കെ ഇത് നിരീക്ഷിക്കണം. കൈ കെട്ടുമ്പോൾ അത് കെട്ട് ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ടാറ്റ പറഞ്ഞു പോകുന്നതല്ല നിങ്ങൾക്കുള്ളതാകുന്ന ഏർപ്പാട് ചെയ്തിരിക്കുന്ന ഉത്തരവാദിത്വം. നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും ബാക്കിൽ വരുന്ന ആളുകളെ വരെ നിരീക്ഷിച്ച് അതിൽ അശ്ലീലത വരാതെ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവണത കണ്ടാൽ അവരെ അതിൽ നിന്ന് ഒഴിവാക്കാൻ മഹല്ലിലെ ഓരോ അംഗങ്ങളും, അവരെ ഏൽപ്പിക്കപ്പെട്ടെന്നല്ല, ഓരോ അംഗങ്ങളും അതിൽ ജാഗ്രത പുലർത്തണം. ഞാൻ പറയുന്നത് വളരെ വൃത്തിയായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ മനോഹരമായി പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ നടപടി തെറ്റിച്ചുകൊണ്ട് നിങ്ങൾ പോയാൽ നിങ്ങൾ ഈ ദുനിയാവിൽ ചിലപ്പോൾ ആരും ശകാരിച്ചെന്ന് വരില്ല. കാരണം ഏറ്റവും അടുത്ത ബന്ധുക്കാരായിരിക്കും, കുടുംബക്കാരായിരിക്കും, പരസ്പര ബന്ധമുള്ളവരായിരിക്കും. ആ ബന്ധതയെ തകർക്കണ്ട, ഇനി ഒരു ഉറൂസിന്റെ വിഷയത്തിൽ ഒരു ബഹളം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ട് ആര് ചിലപ്പോൾ ആ സദസ്സിൽ വെച്ച് നിങ്ങളോട് ചിലപ്പോൾ വഴക്കുണ്ടായിക്കൊണ്ടൊന്നുമില്ല. നിങ്ങളോട് പറയും, മാന്യമായി നിങ്ങളത് ചെയ്തില്ല എങ്കിൽ ദുനിയാവും ആഖിറവും നിങ്ങൾക്ക് നഷ്ടമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ശക്തമായ നടപടി അത്തരക്കാർക്കെതിരുണ്ടാകും. അതുകൊണ്ട് സ്നേഹത്തോടുകൂടി, എനിക്കെല്ലാവരോടും വലിയ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് യുവാക്കളോട് വലിയ ഇഷ്ടമാണ്. ദീനിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുന്ന, ജുമുഅയ്ക്കൊക്കെ അവ്വൽ വഖത്തിൽ വരുന്ന ആളുകളായി നമ്മുടെ മക്കൾ മാറുന്നുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അതുകൊണ്ട് ആ സ്നേഹബന്ധം നിലനിൽക്കാൻ, നാളെ സ്വർഗത്തിലേക്ക് എത്തിച്ചേർക്കാൻ നമ്മുടെ വസ്ത്രവിധാനം ശ്രദ്ധിക്കണം. ജാഥകളിൽ ഇസ്ലാമികമല്ലാത്തതൊന്നും തന്നെ നിങ്ങളായി കടത്തിക്കൂട്ടരുത്. വളരെ സൗഹാർദ്ദത്തിലും സന്തോഷത്തിലും നടത്തപ്പെടുന്ന ഈ റാലിയിൽ കാണികളായി മാറി നിൽക്കാതെ എല്ലാവരും ആ ഇസ്ലാമികപരമായിട്ടുള്ള റാലിയിൽ അടിയൊപ്പിച്ച് നമ്മുടെ ഒരു ആത്മീയ ബലം, ആഖിറത്തിലേക്കുള്ള ചുവടുവെപ്പ് അവിടെ നേർക്കുനേരെ കാണണം. നമ്മുടെ ഒരു ഐക്യമാണത്. അത് സംഘടനകൾ മറന്ന് എല്ലാവരും ഒന്നിച്ച് ഭീമാപ്പള്ളിയുടെ മക്കളായി ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് ഐക്യത്തിൽ അതിൽ അണിനിരക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ.